ഹായ് ഫ്രണ്ട്സ്. അപ്പോ കുറച്ച് നാളായിട്ടുള്ള എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ഒരു CS-ന്റെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങണം എന്നുള്ളത്. അപ്പോ കുറെ ഡൗട്ടുകൾ ഉണ്ടായിരുന്നു. എങ്ങനെ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യും എന്നുള്ളത്. ഓൺലൈൻ വേണോ? ഓഫ്‌ലൈൻ വേണോ? അങ്ങനെ ഫസ്റ്റ് ജസ്റ്റ് ഒരു ആം, ടെസ്റ്റ് സീരീസും മെന്റർഷിപ്പും കണ്ടക്ട് ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്തു. അത് നിങ്ങൾക്കെല്ലാവർക്കും ഓൾറെഡി അറിയാവുന്ന കേസാണ്. പക്ഷെ അതെന്തായാലും ഒരു ട്രാക്കിലായി. അതിനകത്തുനിന്ന് നല്ലൊരു അഭിപ്രായമായിരുന്നു, എനിക്ക് ഫീഡ്‌ബാക്ക് ആയിരുന്നു കുട്ടികളുടെ കയ്യിൽ നിന്ന് കിട്ടുന്നത്. ഓൾറെഡി എന്താ പറയുക, അതിനകത്ത് വർക്ക് ചെയ്യുന്നവരുണ്ടായിരുന്നു. അതുപോലെ തന്നെ ചേട്ടന്മാരുണ്ട്, ചേച്ചിമാരുണ്ട്, അതുപോലെ എന്നൊക്കെ ഇളയവരുണ്ട്. അങ്ങനെ ഒരു 20+ സ്റ്റുഡൻസിനോളം എനിക്ക് അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോ അതിൽ നിന്ന് എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് പറഞ്ഞാല്, ആം, അവർക്കത് മാത്രം പോരാ. ടെസ്റ്റ് സീരീസും മെന്റർഷിപ്പും മാത്രം പോരാ. ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടും കൂടെ ആയി അവരെ ഒന്ന് പഠിപ്പിച്ചെടുത്താൽ അത്രയും കൂടെ ബെറ്റർ ആണെന്ന് എനിക്ക് തോന്നി. അപ്പോ ഓൾറെഡി എന്റെ മൈൻഡിൽ ഉണ്ടായിരുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങണം എന്നുള്ളത്. അപ്പോ എന്തായാലും ഒന്ന് തുടങ്ങിയേക്കാന്ന് കരുതി. അങ്ങനെ ഇപ്പൊ ഈ കഴിഞ്ഞ കുറെ ദിവസം കൊണ്ട് അതിനുള്ള പ്ലാനിലായിരുന്നു. ഞാൻ ഓൾറെഡി നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ എന്റെ CS സ്റ്റുഡൻസിന്റെ അടുത്ത് പറഞ്ഞിരുന്നു. കുറച്ച് തിരക്കിലാ. അത് നിങ്ങളെ പറ്റി തന്നെ ഉള്ളതാണ്. വഴിയെ നിങ്ങൾ അറിയുമെന്നുള്ളത്. അപ്പൊ എന്തായാലും ഇപ്പൊ ടൈം ആയെന്ന് തോന്നുന്നു അതിന്. അപ്പൊ ഒരു ഓൺലൈൻ ക്ലാസ് ഉടനെ തന്നെ കണ്ടക്ട് ചെയ്യാൻ തന്നെ തീരുമാനിച്ചു. അപ്പോ എനിക്ക് അതിനകത്ത് ഏറ്റവും വലിയൊരു ഡൗട്ട് വന്നതെന്ന് പറഞ്ഞാൽ, ആരെങ്കിലും പഠിപ്പിച്ചാ പോരാ എന്നത് എനിക്ക് തോന്നിയായിരുന്നു. സോ ഞാനാണെങ്കില് കുറെ സെർച്ച് ചെയ്ത് ഫാക്കൽറ്റീസ് ആണ് മെയിൻ. അപ്പം കുറെ പേരെ കണ്ടെത്തി. എന്തായാലും ഇന്ന് അവര് നമ്മുടെ കൂടെ ഉണ്ട്. സാധാരണ ഞാൻ മാത്രം വന്നിരുന്ന് വീഡിയോ പറയാറാ പതിവ്. പക്ഷെ ഇന്നാണെങ്കിൽ ഒരു ഒരാളുടെ കുറവുണ്ട് കേട്ടോ. ബാക്കി 3 ഫാക്കൽറ്റീസ് നമ്മുടെ കയ്യിലുണ്ട്. അപ്പൊ അതിനകത്ത് ഫസ്റ്റ് ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആണ്, CA ആതിര. ഓൾറെഡി അവള് പ്രാക്ടീസ് ആണ്. ട്രെയിനിൽ കണ്ടുള്ള പരിചയമാണ്. അപ്പൊ ട്രെയിനിൽ കണ്ടുള്ള പരിചയത്തില് വന്നു. അങ്ങനെ ഫസ്റ്റ് ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങുന്ന ടൈമില് ആദ്യം ഇവളെയാ ഓർത്തത്. ഇത് ഫാക്കൽറ്റീസ് എന്ന് വന്നപ്പം ഫസ്റ്റ് ആതിര. എനിക്ക് ടാക്സിന് ഒരാളെ വേണം. ഓൾറെഡി CS-ന് ടാക്സ് ഇത്തിരി ബുദ്ധിമുട്ടാണ് പിള്ളേർക്ക്. അപ്പൊ ഫിക്സ് ആയി. അവിടെ ഞാൻ വേറെ ഒന്നും ചോദിക്കാൻ നിന്നില്ല. പിന്നെ ആതിര എടുത്ത് ചോദിച്ചു കുറെ കാര്യങ്ങൾ, എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പം അക്കൗണ്ട്സും എഫും പഠിപ്പിക്കാൻ ഒരാളെ വേണം. അപ്പൊ ആതിര ഓൾറെഡി പറഞ്ഞു, ഒരാളുണ്ട്, ഞാൻ നമ്പരൊക്കെ തരാം, നിന്ന് വിളിച്ച് ചോദിക്ക്. കൂടിയ പുള്ളിയാണെന്നാ പറഞ്ഞത്. പക്ഷെ അത്രയും പുള്ളിയാണെന്ന് ഞാൻ പിന്നെ അറിഞ്ഞത് സത്യം പറഞ്ഞാല്. അങ്ങനെയാണ് ഷാനെ പരിചയപ്പെട്ടത്. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഈ CA-യും CMA-യുടെയും ഇന്റർ ക്വാളിഫൈഡ് ആയി. ഇനിയിപ്പം CMA ആണെങ്കിൽ ഫൈനൽ ഒരു ഗ്രൂപ്പേ ഉള്ളൂ. ഇതെങ്ങനെ മാനേജ് ചെയ്തു നീ ഈ രണ്ടും കൂടെ? ഞാൻ റെയർ ആയിട്ട് കേട്ടിട്ടുള്ളൂ ഈ 2 കോഴ്സും കൂടെ ഒക്കെ എടുക്കുന്നവരെ. CS-ന് മാറ്റിയെടുത്ത സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ CA-യുടെയും CMA-യുടെയും പോർഷൻ 80-90% സെയിം. ഓ, അപ്പം അത് വെച്ച് എടുക്കുന്ന ഇപ്പം കുറെ പേര് അങ്ങനെ കോമൺ ആയിട്ട് എടുക്കുന്നത്. ഓക്കെ. പിന്നെ പാസ് പെർസെന്റേജിന്റെ ഡിഫറൻസ് വെച്ച് പാസ്സാകുന്നവരെ അങ്ങോട്ട് വിടുമ്പോൾ ചിലവർ CA വെച്ച് ഡ്രോപ്പ് ചെയ്യും, CMA ഫോക്കസ് ചെയ്യും. ചിലവർ CMA ഏതെങ്കിലും ഒന്ന് ക്വാളിഫൈ ചെയ്താൽ പിന്നെ മറ്റേലോട്ട് നോക്കുന്നവർ കുറവാണ്. രണ്ടുപേരും ക്ലിയർ ആകും, ആ ട്രാക്കിലാണ് പോകും. അപ്പം ഏതെങ്കിലും ഒന്ന് ക്വാളിഫൈ ആയാൽ നിൽക്കാനുള്ള പരിപാടിയാണോ, അതോ 2 ക്വാളിഫൈ ആണോ? ഇപ്പൊ തീർക്കണമെന്നാണ് എന്റെ ഇപ്പോഴത്തെ പ്ലാൻ. ഓക്കെ. ഭാവിയിലോട്ട് വരുമ്പോ നോക്കണം. അപ്പൊ എന്തായാലും എനിക്ക് ആ ഒരു കാര്യത്തിലായിരുന്നു. കാരണം കമ്പനി സെക്രട്ടറി സ്റ്റുഡൻസിനെ സംബന്ധിച്ചപ്പോഴും അവർക്ക് അക്കൗണ്ട്സ് അതുപോലെ തന്നെ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ഇത്തിരി ബുദ്ധിമുട്ടുള്ള ഒരു ഏരിയ ആണ്. ഇപ്പൊ തന്നെ ഞാൻ ടെസ്റ്റ് സീരീസ് നടന്നിട്ട് പല കുട്ടികളും എന്റെ അടുത്ത് ചോദിച്ചൊരു കാര്യം എന്ന് പറഞ്ഞാൽ, അവർക്ക് ഇത്തിരി ബുദ്ധിമുട്ടാണ് ഇത് എങ്ങനെ ഈ പ്രോബ്ലം ചെയ്യുന്നത് എന്നുള്ളത്. കാരണം ഓൾറെഡി ഇതിനകത്തൊക്കെ വരുന്നവരെല്ലാം ഒന്നുകിൽ ഇതാണ് നമ്മുടെ എന്താ പറയുക, ലോ ഓറിയന്റഡ് അല്ലെങ്കിൽ തിയറി ഓറിയന്റഡ് ആണ് വരുന്നത്. അപ്പോ ഈ ടാക്സും ഈ പറഞ്ഞ CA-FM അവർക്ക് ഇത്തിരി പാടാണ്. അപ്പോ അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ CA-യോ CMA-യോ പഠിക്കുന്ന ഒരാളെ തന്നെ എടുത്ത് എനിക്ക് 2 ചോദിച്ചു പറഞ്ഞതിൽ എനിക്ക് കിട്ടി. അപ്പൊ എന്തായാലും അതങ്ങനെ സെറ്റിലായി. പക്ഷെ അതൊരു ദിവസത്തെ പരിചയം, അത് 4 ദിവസത്തെ പരിചയം. പക്ഷെ അത് പിക്കായിരുന്നു. അതാണ് എനിക്ക് ഭയങ്കര ബോൾഡായിട്ട് ആ ഒരു പരിചയം. ഉള്ള ടൈൽകടയിലെല്ലാം എന്നെ കൊണ്ടുപോയി പിന്നെ ഒരു മീറ്റിങ്ങിന് പോയതാന്ന് ഇവനുമായിട്ട്. ഇവിടെ വീട്ടില് അവൻ എന്നെ അതിന് പകരം കൊണ്ടുപോയി ടൈൽകടയില്ല. ലാസ്റ്റ് സൺഡേ ആണ് മീറ്റ് ചെയ്തത്. ഫുഡൊക്കെ നല്ലതായിട്ട് ഞാൻ ഇതൊക്കെ പറഞ്ഞടിക്കണം. എല്ലാവരും കുക്ക് ചെയ്യും. അങ്ങനെ 2 ഫാക്കൽറ്റീസ് ഒരു ഇതൊക്കെ. അപ്പോഴാണ് ഇതിനെ പറ്റി ചോദിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു, ഞങ്ങൾക്ക് ഈ കമ്പനി സെക്രട്ടറി കോഴ്സില് JGL എന്ന് പറഞ്ഞിട്ടുണ്ട്, പക്ക നമ്മുടെ LMB-ക്കാരുടെ പോർഷൻ. അപ്പൊ ഞാനന്ന് മീറ്റിംഗ് നമ്മൾ 3 കൂടി കഴിഞ്ഞ് തിരിച്ചിങ്ങോട്ട് വന്നപ്പോ എന്റെ അടുത്ത്
ഷാൻ ചോദിക്കുന്നേ ഈ LLB-ക്കാര് തന്നെ വേണം, അതിന്റെ ആവശ്യം എന്തുവാ, അതിന് പകരം നമുക്ക് CS വല്ലതും പോരെ. ഞാൻ പറഞ്ഞു ഒട്ടും പറ്റത്തില്ല, LLB-ക്കാര് തന്നെ വേണമെന്നൊക്കെ. അപ്പൊ ഇങ്ങനെ കുറെ സെർച്ച് ചെയ്തു, ലിങ്ക്ഡിനിലൊക്കെ ഇട്ട് നോക്കി, റിക്വസ്റ്റ് പലരും അക്സെപ്റ്റ് ചെയ്തു, പക്ഷെ ആർക്കും അങ്ങോട്ട് ഇതാകുന്നില്ല. ലാസ്റ്റ് അത് ഹൈക്കോടതി പ്രാക്ടീസ് ചെയ്യുന്ന ഒരു വ്യക്തിയെ തന്നെ ലാസ്റ്റ് കിട്ടി എനിക്ക്, നീരദ. അത് കിട്ടിയെന്ന് പറഞ്ഞാല് എന്റെ ബ്രദർ ഉണ്ട്, അവന്റെ ഫ്രണ്ടാണ്. അപ്പൊ ഞാനും എന്റെ അനിയനും കൂടി ഇങ്ങനെ ഡിസ്കസ് ചെയ്തപ്പം അവൻ പറഞ്ഞു ഇതാ ഒരാളുണ്ട്, പറ്റുമെന്ന് അറിയത്തില്ല, നീ ജസ്റ്റ് നോക്കിച്ച് നോക്കാൻ പറഞ്ഞു. അങ്ങനെ ലാസ്റ്റ് ജയജയിലെ നീരജ സെലക്ട് ചെയ്തു. പക്ഷെ എനിക്ക് ഇപ്പോഴും നീരജ അപ്പം ഒരു സൂം മീറ്റിംഗ് ഞാൻ വെച്ചായിരുന്നു നീരജയ്ക്ക് വേണ്ടി. അപ്പൊ അതിനകത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടം നീരജയുടെ ആ ഒരു കോൺഫിഡൻറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ അവർക്ക് ഒരു പോർഷൻ കൊടുത്തത് റൈറ്റ് ടു ഇൻഫർമേഷൻ. അവള് ഏകദേശം 15 മിനിറ്റ് ക്ലാസ് എനിക്ക് പറഞ്ഞു തന്നു. പക്ഷെ ഒരു 5 മിനിറ്റിന് മുമ്പേ ഞാൻ അവളെ സെലക്ട് ചെയ്തു. കാരണം ഞാൻ ഓൾറെഡി ആ സംഭവം പാസ്സായതാണ്, എക്സിക്യൂട്ടീവ് പാസ്സായി. പക്ഷെ അവൾ എനിക്ക് അതിനകത്ത് അറിയാതെ പോയിന്റ് വരെ കറക്റ്റ് ആയിട്ട് ഒരു ഇപ്പോഴും അവൾക്ക് ഓർമ്മയാണ്. ഒരു 22 എന്ന് പറയുന്ന നമ്പർ ഒക്കെ ഉണ്ട് ഈ ലോ എഴുതുമ്പോ അവള് പക്കായിട്ട് പറഞ്ഞത് സെലക്ടഡ്. പിന്നെ നമ്മുടെ കൂടി ഇപ്പൊ ഇല്ല, CS ക്വാളിഫൈഡ് ആയ അൽതാഫ്, ഈ എക്സിക്യൂട്ടീവ് എക്കണോമിക് ആൻഡ് കൊമേഴ്സ് ലോ ഉണ്ട്, അതിന്റെ കൂടി ഇന്റൻസീവ് പ്രോപ്പർട്ടി ഉണ്ട്. അപ്പോ ഓൾറെഡി എനിക്ക് ആളെ അറിയാവുന്നതാണ്, EDP അറ്റൻഡ് ചെയ്ത ടൈമിൽ അറിയാവുന്നതാണ്. അവനെ അപ്പം നമുക്ക് സെലക്ട് ചെയ്തു. അത് സെലക്ട് ചെയ്യാൻ വേറെ കാരണവും ഉണ്ടായിരുന്നു, ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ് എന്ന് പറഞ്ഞൊരു പേപ്പറും കൂടെ അതിനകത്ത് ആഡ് ചെയ്യുന്നുണ്ട്. അവനപ്പൊ CS പ്രൊഫഷണൽ എടുത്തത് ഇലക്ട്രിക് ഗ്രൂപ്പ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റാണ്. സോ ഞാൻ അവനെ സെലക്ട് ചെയ്തു. ഈ പറഞ്ഞ സൂം മീറ്റിംഗ് കണ്ടത് ചെയ്തു, അവനും ഓക്കെ. പക്ഷെ ഇവര് രണ്ടുപേരെയും ഞാൻ പറഞ്ഞു സെലക്ടഡ് എന്ന് പറഞ്ഞപ്പോ ഇവർ രണ്ടുപേരെയും എക്സ്പ്രഷൻ ഈ പല്ലില്ലയോ വല്ലത് കറക്റ്റായിട്ട് വന്നിട്ട് അവർക്ക് എന്തോ ഒരു വലിയ ജോലി കിട്ടിയവരായിരുന്നു അവരുടെ എക്സ്പ്രഷൻ വരിക. അപ്പൊ ഞാൻ ഇങ്ങനെ വിചാരിച്ചു ദീക്ഷ അത്രയ്ക്കും വളർന്നോ. സത്യം പറഞ്ഞ ഇപ്പോഴും മാറിയിട്ടില്ല. ആ ഒരു രണ്ടുപേരുടെ പ്രത്യേകിച്ച് ഇവളുടെ ആയിരുന്നു ഞാൻ പറയുന്നത്, അവളുടെ ആ ഒരു എക്സൈറ്റ്മെന്റ് വളരെ ഓക്കെ. അപ്പൊ ഫാക്കൽറ്റീസ് എല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഇന്നിപ്പോ നമ്മള് മീറ്റ് ചെയ്തെന്ന് പറഞ്ഞാൽ നമുക്ക് ഉടനെ ക്ലാസ് തുടങ്ങണം, നമ്മള് കാര്യങ്ങളിലൊക്കെ നടക്കണം. പക്ഷെ ഞാൻ അത് ചോദിക്കട്ടെ, ലൈക്ക് ഞാൻ CA പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്, ആ ഫീൽഡിനെ പറ്റി ഒരു ധാരണയുണ്ട്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ CS ആണെങ്കിൽ ഭയങ്കര കുറവാണ്, ഇപ്പം ലൈക്ക് നമുക്ക് ആവശ്യമുണ്ട് പക്ഷെ ആള് കുറവാണ്. അങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഇപ്പം ക്ലിയർ ചെയ്ത ഉടനെ അല്ലെങ്കിൽ നല്ല പ്ലേസ്മെന്റ് ലൈക്ക് നല്ല ജോലി കിട്ടും, അത് ഇങ്ങനെ മാറ്റി അല്ലെങ്കിൽ അത് വേണ്ടാന്ന് വെച്ചിട്ട് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന രീതിയിൽ ചിന്തിച്ച് ലൈക്ക് അങ്ങനെ ചിന്തിച്ചത് എന്താ എന്നറിയാൻ ഒരു അത് വേറൊന്നുമല്ല, ഓൾറെഡി എക്സിക്യൂട്ടീവ് പഠിക്കുന്ന ടൈമിൽ തന്നെ ഞാനാണെങ്കിൽ ജസ്റ്റ് ഒരു റെക്കോർഡ് ക്ലാസ് അല്ലെങ്കിൽ ഗ്രൂപ്പായിട്ട് ഇരുന്ന സമയത്ത് അവർക്ക് ലോ, കമ്പനി ലോ എസ്പെഷ്യലി ഞാൻ എടുത്തു കൊടുക്കുന്ന ടൈം ഉണ്ടായിരുന്നു. ആ ടൈമില് അവരെ പഠിപ്പിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ എന്തൊരു പഠിപ്പിക്കാനുള്ള ഒരു ടീച്ചിങ് ഫീൽഡ് ഉണ്ടെന്ന് എനിക്ക് തോന്നി. അതിനുശേഷമാണ് ഞാൻ അത് കുറച്ചാൾക്ക് മാറ്റി വെച്ചു. അതിനുശേഷം പിന്നെ ടീച്ചിങ് ഫീൽഡിലോട്ട് നോക്കാം എന്നുള്ളൊരു പ്ലാനൊന്നും ആ ടൈമിൽ ഇല്ലായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് എക്സിക്യൂട്ടീവ് പാസ്സായി കഴിഞ്ഞ് പ്രൊഫഷനിലോട്ട് കടന്നപ്പോ ജസ്റ്റ് പിന്നെ തോന്നി ടീച്ചിങ് നോക്കിയാൽ കൊള്ളാം എന്നുണ്ട് എന്നുള്ളത്. പിന്നെ അതിനൊക്കെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് ഓൾറെഡി അപ്പോൾ നമുക്കൊരു ടൈമിലാണ്, ആ ടൈമിലായിരിക്കും നമ്മുടെ ഉള്ളിലുള്ള ഒരു കാര്യം വരുന്നത്, നമുക്ക് ഏതാണ് നമ്മുടെ ജോബാണോ പ്രാക്ടീസ് ആണോ അതല്ലെങ്കിൽ പറഞ്ഞ പോലെ ടീച്ചിങ് ആണോ എന്ന് പറയുന്നത്. ഓൾറെഡി ആ ടൈമിൽ തോന്നി ടീച്ചിങ് നിനക്ക് പറ്റും എന്നുള്ളത്. അങ്ങനെയാണ് ടെസ്റ്റ് സീരീസും മെന്റർഷിപ്പും തുടങ്ങുന്നത്. ടെസ്റ്റ് സീരീസ് മെന്റർഷിപ്പ് തുടങ്ങിയപ്പോഴാണ് ആ കുട്ടികളെ സത്യം പറഞ്ഞാൽ ഇപ്പൊ ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങാനുള്ള മെയിൻ കാരണം. ബിക്കോസ് അവരെന്നൊരു സപ്പോർട്ട് ഉണ്ട്. അവരാണെങ്കിൽ ക്ലാസ് ഇപ്പൊ സൂം മീറ്റിംഗ് ഒക്കെ എടുക്കുന്ന ടൈമിൽ അവർ പറയുന്നു പക്കയായിരുന്നു അവർക്കെന്നാ പറയുന്നത്. കാരണം CS സംബന്ധിച്ച് പ്രസന്റേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്, നമ്മള് ലോ പേപ്പറിൽ എഴുതുന്ന. അപ്പോ ആ ടെസ്റ്റ് സീരീസിന് ഞാൻ അവർക്ക് ഒരു സൂം മീറ്റിംഗ് വെച്ച് ഇങ്ങനെയാണ് എഴുതി കൊടുക്കേണ്ടത്. എല്ലാവരും പഠിച്ചിട്ട് പോകും, പക്ഷെ ഒരു സ്ട്രക്ചർ ഇല്ലായിരിക്കും. അത് അവർക്ക് കണ്ടക്ട് ചെയ്ത് അന്ന് എനിക്ക് വന്ന കുറെ മെസ്സേജ് ഉണ്ട്. അതാണ് പിന്നെയും ഒരു ഇമ്പ്രൂവ് ആയത് ടീച്ചിങ് ഫീൽഡിനുള്ളത്. പിന്നെ എനിക്ക് തോന്നി നമുക്ക് കിട്ടുന്ന ഒരു അറിവ്, നമ്മളുള്ള ഒരു അറിവ് മറ്റാളിലേക്ക് കൊണ്ടെത്തിക്കാന്ന് പറയുന്നതിനൊക്കെ വലിയൊരു കാര്യം ഇല്ല ഓൾറെഡി. ഓക്കെ, അതാണ് മെയിൻ. പിന്നെ ഓൾറെഡി CS ഇൻസ്റ്റിറ്റ്യൂട്ട് കേരളത്തിൽ കുറവാണ്. അപ്പോ ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട്, അവർക്ക് അഫോർഡബിൾ ആയുള്ള ഫീസ് ആയിരിക്കണം. അവിടെ എന്താ പറയുക, സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്നവരോ മിഡിൽ ക്ലാസ്സോ ഹൈ ക്ലാസ് അങ്ങനൊന്നും നോക്കാതെ ഈ 3 കൂട്ടർക്കും ഒരു ക്ലാസ് കൊടുക്കുക. അഫോർഡബിൾ ആയിട്ടുള്ള പ്ലേസ് ആയിരിക്കണം. പക്ഷെ അതിനകത്ത് എന്ത് വേണം, ഉറപ്പായിട്ട് നല്ല ഫാക്കൽറ്റീസ് വേണം, ക്വാളിറ്റി കാണണം, ടെസ്റ്റ് സീരീസ് വേണം, മെന്റർഷിപ്പ് വേണം. അതുകൊണ്ടാണ് ഇങ്ങനെ ദീക്ഷ എന്ന് പറഞ്ഞൊരു ഇതായിട്ട് മുന്നോട്ട് പോകാമെന്ന് കരുതുന്നത്. ഓൾറെഡി ഞാൻ ലോ ഫീൽഡിൽ എന്റെ പ്രൊഫഷൻ ആണ്. എന്നിട്ട് ഞാൻ ഈ ഒരു CS ഭാഗം ഒന്ന്
ഇപ്പം എന്റെ ഫ്രണ്ട്സും ഫാക്കൽറ്റീസും എന്റെ ഫ്രണ്ട്സും കൊളീഗ്സും ഒക്കെ എന്നോട് ചോദിച്ചത് എന്താണ് CS, ഒരു ലോ ഗ്രാജുവേറ്റിന് അല്ലെങ്കിൽ ഒരു ലോവർ അഡ്വക്കേറ്റിന് എന്താണ് CS നിന്ന് കിട്ടുന്ന ഒരു ബെനിഫിറ്റ്? ഓക്കെ, നമ്മുടെ കമ്പനി സെക്രട്ടറി എന്ന് പറയുമ്പോൾ ഇപ്പോഴും കമ്പ്യൂട്ടർ സയൻസ് അതല്ലെങ്കിൽ സിവിൽ സർവീസ് എന്ന് പറഞ്ഞിരിക്കുന്നവരാണ് പലരും ഈ കേരളത്തില്. ഇപ്പോ നമ്മുടെ ഈ കേരളത്തിന് പുറത്താണെങ്കിൽ പിന്നെയും വളരെയധികം ഒരു ഇതുണ്ട് മാർക്കറ്റ് എന്ന് വെച്ചാൽ ഇവിടെ മാർക്കറ്റിൽ നല്ല അവർക്ക് അറിയാം ഒന്നുകൂടെ. പക്ഷെ ഇവിടെ സംബന്ധിച്ച് നമ്മുടെ സ്റ്റുഡൻസിന് ഇതിനെപ്പറ്റി വലിയ ധാരണയില്ല. ഓൾറെഡി CA അറിയാം, പക്ഷെ CS എന്താന്ന് പറയുമ്പോൾ ഇപ്പോഴും ഒരു കമ്പ്യൂട്ടർ സയൻസ് എന്ന് പറഞ്ഞിരിക്കുന്നതാണ്. പക്ഷെ അതല്ല സംഭവം. അതെന്ന് പറഞ്ഞാൽ ഒരു കമ്പനി സെക്രട്ടറി എന്ന് പറയുമ്പോൾ ഒരു കമ്പനിയിലെ നിയമങ്ങൾ എന്ന് വെച്ചാൽ ഇപ്പൊ ഒരു കമ്പനിയില് ഞാൻ ഓൾറെഡി പറയുകയാണ്, ഒരു കമ്പനി സെക്രട്ടറി ഞാൻ എപ്പോഴും എന്റെ സ്റ്റുഡൻസിന്റെ പറയുന്ന കാര്യമാണ്, കമ്പനിയിലോ മാത്രമല്ല ഒരു കമ്പനി സെക്രട്ടറി ജോലി. അതിനകത്ത് സെബിലോ വരും, കമ്പനിയിലോ വരും, RBIയിലോ വരും, അതുപോലെ തന്നെ ഇപ്പം നീരത പഠിക്കുന്ന LLB സംബന്ധമായിട്ടുള്ള ലോസ് വരും, അതുപോലെ ടാക്സിലോ വരും, അക്കൗണ്ട്സ് വരും. ഇതെല്ലാം അറിഞ്ഞിരിക്കണം. ബിക്കോസ് ഇതിന്റെ എല്ലാം അറിഞ്ഞിരിക്കേണ്ട കാര്യം ഇപ്പം ഓൾറെഡി ഞാൻ പറഞ്ഞു, ഇപ്പൊ ഒരു വലിയൊരു കമ്പനി, ആ കമ്പനിയില് ഒരു കമ്പനി സെക്രട്ടറി വരുമ്പോഴ് അദ്ദേഹത്തിന്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അദ്ദേഹം ആദ്യം നേരിടേണ്ടതെന്ന് പറഞ്ഞാൽ ഈ ബോർഡ് മീറ്റിംഗ് കാര്യങ്ങളായിരിക്കാം. അപ്പൊ ഈ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന് കുറെ ഡൗട്ട് കാണും. അത് ചിലപ്പം ഇപ്പൊ ഒരു എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ ഒരു കമ്പനി, ഒരു വലിയൊരു കമ്പനി, അതിനകത്ത് അത് കമ്പനിയുടെ പ്രകാരം കമ്പനീസ് ആക്ട് പ്രകാരം ഫോം ചെയ്ത കമ്പനി ആയിരിക്കും, അത് ലിസ്റ്റ് ചെയ്തിട്ടുണ്ടാകും. കൂടാതെ RBIയുടെ എന്തെങ്കിലും ഗൈഡ്ലൈൻസ് ഫോളോ ചെയ്യുന്നത്. അപ്പൊ എന്തൊക്കെ നോക്കണം? കമ്പനിയിലോ നോക്കണം, RBIയിലോ നോക്കണം, സെബിയിലോ നോക്കണം, ഫെമ നോക്കണം. അപ്പോ അതുപോലെ ഈ പറഞ്ഞ ടാക്സ് ലോ നോക്കണം, പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നോക്കണം. ഇപ്പൊ LLB എന്ന് പറയുന്ന ഒരാള് LLB കഴിഞ്ഞിട്ട് വരികയാണെങ്കിൽ ആൾക്ക് വളരെ വളരെ എന്താ പറയുക ഓപ്പർച്യൂണിറ്റി ആണ്. ഇപ്പൊ അത് നീരദിക്കാണെങ്കിൽ നീരയുടെ ഫ്രണ്ട് എടുത്ത് നല്ല തുറന്നു പറയാം. ബിക്കോസ് അഡ്വക്കേറ്റ്സ് അവര് കഴിഞ്ഞു വരുന്ന മിക്കവാറും പ്രാക്ടീസിങ് ഏരിയ ആണ്. പക്ഷെ അതിനകത്ത് കുറെ പേരും കോർപ്പറേറ്റിലോട്ട് കടക്കാൻ നോക്കുന്നുണ്ട്. പക്ഷെ നിങ്ങൾക്ക് ആ ഒരു ടൈമിൽ പഠിക്കാനുള്ള കമ്പനി ലോ എന്ന് പറയുന്നത് വളരെ കുറച്ചേ ഉള്ളൂ. പക്ഷെ ഇവിടെ വരുമ്പോൾ എന്ന് പറഞ്ഞാൽ കോർപ്പറേറ്റ് ലോ എന്ന് പറഞ്ഞാൽ വളരെ വാസ്റ്റ് ആണ്. അപ്പോ ഒരു LLB എന്നുള്ള രീതിയിൽ LLB പാസ്സായിട്ട് എന്തിനാ CS പ്രൊഫഷണൽ പാസ്സാണെന്ന് ഞാൻ പറഞ്ഞത്, CS എക്സിക്യൂട്ടീവ് പാസ്സായി തന്നെ കഴിഞ്ഞാൽ നിങ്ങൾ ഒരു വളരെയധികം ഡിമാൻഡ് ആയിട്ടുള്ള ഒരു പ്രൊഫൈൽ നിങ്ങളുടെ കരിയറിലോട്ട് ഉയർത്താൻ സാധിക്കും. അതാണ് മെയിൻ ആയിട്ട്. ഇതിനകത്ത് ഞാൻ സിലബസ് നോക്കിയപ്പോ ഈ അക്കൗണ്ട്, അതുപോലെ ടാക്സ്, ഫിനാൻഷ്യൽ മാനേജ്മെന്റ്, ഇങ്ങനത്തെ കുറച്ച് സബ്ജക്റ്റുകളുണ്ട്. അപ്പം അതിപ്പോ പറഞ്ഞല്ലോ, ഒരു CS കുറച്ച് കൂടുതൽ വേണ്ടത് ലോ ആണ് അവര് മാനേജ് ചെയ്യുന്നത്. അപ്പൊ സിലബസിൽ ഇത്തരം സബ്ജക്റ്റ് ഉൾപ്പെടുത്തുന്നതുകൊണ്ടുള്ള ഗുണം എന്താണെന്നായിരിക്കും. ഓക്കെ, അതിപ്പോ എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മുടെ ഷാന CA എടുക്കാൻ പോകുന്നു കോർപ്പറേറ്റ് അക്കൗണ്ടിങ് ആൻഡ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ്. ഒരു കമ്പനി സെക്രട്ടറി സംബന്ധിച്ച് അദ്ദേഹം ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് സൈൻ ചെയ്യണം. ഇപ്പൊ ഒരു കമ്പനി, ഇപ്പൊ ഒരു MD, അതുപോലെ CFO, ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ, കമ്പനി സെക്രട്ടറി, ഇവരൊക്കെയാണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് സൈൻ ചെയ്യുന്നത്. അപ്പോ അതിനെക്കുറിച്ച് ധാരണയില്ലാത്ത ഒരാൾ അതിനകത്ത് ഒപ്പുവെച്ച് നാളെ ഇതിനകത്ത് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അത് തന്നെ അതിന് ധാരാളമല്ല. അതാണ് ഉറപ്പായിട്ടും അത് പഠിക്കേണ്ട ആവശ്യം. ഇപ്പോ ആ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യേണ്ട ടൈമിലും കാര്യങ്ങളും ടാക്സിന്റെ കാര്യങ്ങളും വരുന്നുണ്ട്. അപ്പൊ അദ്ദേഹം ആ ലോ അറിഞ്ഞിരിക്കണം, എന്താണ് അതിനകത്തുള്ളതെന്ന് അറിഞ്ഞിരിക്കണം. അല്ലാതെ സൈൻ ചെയ്ത് വിട്ട് കഴിഞ്ഞാൽ ബാധ്യത ഓഫീസർ ഡിഫാൾട്ടിനകത്ത് ഉറപ്പായിട്ട് കമ്പനി സെക്രട്ടറി പേര് ഫസ്റ്റ് വരും, പുറമേ വരും, CAയും വരും, CFO ആയിരിക്കും, അവിടുത്തെ ഇതായിരിക്കുന്ന CFO ആയിരിക്കും. അപ്പൊ എന്റെ തല നമുക്കാണെങ്കിലേ ഇപ്പൊ നമ്മള് ഒരു നേരത്തെ ഈ CA CMA CS ഒരു ട്രയോളജി പോലെ മിക്ക ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കാണുന്നത്. പിന്നെ PA CS മാറി CA CMA അല്ലെങ്കിൽ ACCA CMA USA മാറി CS മൊത്തത്തിൽ ഒഴിവാക്കുന്ന രീതിയിലാണ് നമ്മൾ പലയിടത്തും കണ്ടിട്ടുള്ളത്. അതിന്റെ ഒരു കാരണം എന്തായിരിക്കും? പാസ് പെർസെന്റേജ് അതിനിടയ്ക്ക് തട്ടിയതാ. പാസ് പെർസെന്റേജ് നോക്കിയെന്ന് പറഞ്ഞാല് CAക്ക് ആയാലും CMAയുടെ ആയാലും CS ആയാലും പാസ് പെർസെന്റേജ് ഏകദേശം ഒരേപോലെ തന്നെയാണ്. ഇവര് തട്ടിയെന്നൊന്നും പറയാൻ പറ്റത്തില്ല. ഇതിനെക്കുറിച്ച് ധാരണയില്ല കുട്ടികൾക്ക്. നമ്മളിപ്പം ഓൾറെഡി ഞാനായാലും പ്ലസ് 2 കഴിഞ്ഞ് CA എടുക്കണമെന്ന് ആഗ്രഹമുള്ള ഒരാളായിരുന്നു. അപ്പൊ നമുക്ക് തന്നെ അറിയാവുന്നത് CA കുറിച്ച് അറിയാവുന്നുള്ളൂ. നമ്മുടെ ഭാഗത്തോട്ട് വരുന്ന ഒരു CA എന്നാ. CMA പോലും അന്ന് ഞാൻ കേട്ടില്ലായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ വന്നപ്പോഴാണ് CMA CS എന്ന് പറഞ്ഞ അറിയുന്നത്. അപ്പോ
ഇവിടെ ഇത്രയും സ്കോപ്പ് ഉണ്ടായിട്ടും അതിനെ മാർക്കറ്റ് ചെയ്യാൻ ആരുമില്ല. അത് തന്നെയാണ് പ്രധാന കാര്യം. അതല്ലാതെ പാസ് പെർസെന്റേജോ കാര്യങ്ങളോ ഒന്നും തന്നെയല്ല. ബിക്കോസ് സിഎക്ക് ഒരുപാട് പിള്ളേർ ജോയിൻ ചെയ്യുന്നുണ്ട്. പാസ് പെർസെന്റേജ് ഇതിനേക്കാൾ ലോ ആണ്. അതുപോലെ CMEക്ക് ജോയിൻ ചെയ്യുന്നുണ്ട്. അപ്പം ഒന്ന് ആലോചിച്ച് നോക്ക് എന്താ പ്രശ്നം എന്നുള്ളത് നമുക്ക് അപ്പൊ തന്നെ അറിയാം. ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഫോളോ ചെയ്യുന്നത് CS ഒന്ന് മാറ്റി നിർത്തുന്നു എന്ന് പറഞ്ഞാൽ അതിനകത്തേക്ക് പിള്ളേർ വരാത്തതിന്റെ കാരണം എന്ന് വെച്ചാൽ നമ്മൾ തന്നെയാണ്. ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ പ്രൊമോട്ട് ചെയ്യുന്നില്ല. നേരെ മറിച്ച് ഈ പാസ്സാകുന്ന CS ഏകദേശം ഫുള്ളും നോർത്ത് ഇന്ത്യയിലുള്ള പിള്ളേരാ. ഏറ്റവും കൂടുതൽ ഇപ്പൊ തന്നെ വളരെ ഡിമാൻഡും എന്നാലും സപ്ലൈ വളരെ കുറവാണ്. 1980s കമ്പനി സെക്രട്ടറീസ് ആക്ട് നിലവിൽ വന്നത്. ഇതുവരെ ഏകദേശം ഒരു 65,000 മെമ്പേഴ്സേ ഉള്ളൂ. സിക്ക് എത്ര ഉണ്ട്? 1 lakh plus ഉണ്ട്. 4 ലാഖിന് അടുത്തുണ്ട്. അതുപോലെ CMEക്ക് 2 ലാഖിന് അടുത്തുണ്ട്. ഞങ്ങൾ ഇപ്പോഴും 67 കൊണ്ട് അഡ്വക്കേറ്റ്സിനെ കുറിച്ച് ഞാൻ ചോദിക്കുന്നില്ല. എത്ര ഉണ്ട്? ഉണ്ടല്ലോ, അൺലിമിറ്റഡ് ആണ്. അപ്പോ ഒരു പ്രൊഫഷൻ നിങ്ങളുടെ താഴ്ത്തി പറയാമല്ലോ കേട്ടോ. എല്ലാവർക്കും അതിൻ്റെതായ വാല്യൂ ഉണ്ട്. പക്ഷെ CS സംബന്ധിച്ച് ഇപ്പോഴും ഒരു 65,000 ഉള്ളൂ. അതിനകത്ത് ആക്റ്റീവ് മെമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ വളരെ കുറവാണ്. അപ്പം നോർത്ത് ഇന്ത്യയിലൊക്കെ നല്ല സ്റ്റുഡൻസ് ഒരുപാട് അവരതിനെ മാർക്കറ്റ് ചെയ്യുന്നുണ്ട്, അവർക്ക് അതിന് ഫിൽ അറിയുന്നുണ്ട്. പക്ഷെ ഇപ്പോഴും നമ്മുടെ നാട്ടിലുള്ളവര് ഇപ്പോഴും പറയുന്ന കമ്പനി സെക്രട്ടറി എന്ന് പറയുന്നത് സെക്രട്ടറി ജോബാണ് എന്നുള്ള രീതിയിൽ അവരവിടെ പുറകെ നിന്ന് നടക്കുന്നു. പക്ഷെ ഇതല്ല ജോബ്. ഒരു കമ്പനിയുടെ ഫുൾ ലോ നോക്കുക, കോർപ്പറേറ്റ് ഗവേണൻസ് കറക്റ്റായിട്ട് ഫോം ചെയ്യുക, അതുപോലെ തന്നെ ആ കമ്പനി നിയമപരമായിട്ടാണോ നടക്കുന്നത് നോക്കുക. സത്യം പറഞ്ഞാൽ കംപ്ലൈൻസ് ആണ് മെയിൻ. കംപ്ലൈൻസ് മൊത്തത്തിൽ പാളിക്കഴിഞ്ഞാൽ താഴോട്ടുള്ള കാര്യങ്ങൾ ഫുള്ള് ഡൗൺ ആവും. എത്ര മാത്രം പെനാൽറ്റി. ഈ അടുത്തിടയ്ക്ക് ഞാൻ വന്നൊരു കേസായിരുന്നു. സെക്ഷൻ 203 ഉണ്ട് കമ്പനീസ് ആക്ട് 2018. അത് പ്രകാരം മാൻഡേറ്ററി ആയിട്ട് അപ്പോയിന്റ് ചെയ്യേണ്ട കുറച്ച് കീ മാനേജേഴ്സ് ഉണ്ട്. ഒന്ന് അതിനകത്ത് വരുന്ന മാനേജിംഗ് ഡയറക്ടർ, മാനേജർ, ഹോൾട്ടൈം ഡയറക്ടർ. പിന്നെ വരുന്നതെന്ന് പറഞ്ഞാല് കമ്പനി സെക്രട്ടറി, CFO. അപ്പൊ ഒരു കോഴ്സ് പഠിച്ചതിന് ശേഷം ഇന്ന ആളെ അപ്പോയിന്റ് ചെയ്യണമെന്ന് പറയുന്നത് കമ്പനി സെക്രട്ടറി മാത്രമേ ഉള്ളൂ. അതാണ് അതിന്റെ ബെനിഫിറ്റ്. അത് പലർക്കും അറിയുന്നില്ല. ഒന്നാമത്തെ കാര്യം അതിനകത്ത് തന്നെ ഞാൻ ഒരു നോർത്ത് ഇന്ത്യ കണ്ട ഒരു വാർത്തയായിരുന്നു. ഇതില്ല, അവര് അപ്പോയിന്റ് ചെയ്തില്ല കമ്പനി സെക്രട്ടറി. അവർക്ക് മാൻഡേറ്ററി അപ്പോയിന്റ്മെന്റ് എന്ന് പറയുന്ന എല്ലാ ലിസ്റ്റ് എൻറ്റിറ്റീസിനും അപ്പോയിന്റ് ചെയ്യണം. അതുപോലെ 10 കൂടുതൽ പേഡ് ഷെയർ ക്യാപിറ്റലുള്ള പബ്ലിക് കമ്പനി അപ്പോയിന്റ് ചെയ്യണം. 10 കൂടുതൽ പേഡ് ഷെയർ ക്യാപിറ്റലുള്ള പ്രൈവറ്റ് കമ്പനി അപ്പോയിന്റ് ചെയ്യണം. നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഏകദേശം ഒരു 15 lakh രജിസ്റ്റേർഡ് കമ്പനീസ് ഉണ്ട്. നമുക്ക് തന്നെ ഉദ്ദേശിക്കാമല്ലോ 10 കൂടുതലുള്ള എത്ര കമ്പനീസ് കേരളത്തിൽ തന്നെ കാണുന്നത്. ഇതിനകത്ത് പലരും ഇപ്പോഴും കമ്പനി സെക്രട്ടറീസിനെ അപ്പോയിന്റ് ചെയ്ത് കാണുന്നില്ല. ഓക്കെ, അതെ, ഇപ്പോഴും അപ്പോയിന്റ് ചെയ്ത് കാണത്തില്ല. അപ്പൊ ഞാൻ കണ്ടാണ് ഒരു അപ്പോയിന്റ് ചെയ്യാത്തതിന്റെ പേരില് അവർക്ക് വന്നിരിക്കുന്ന പെനാൽറ്റി ഏകദേശം ഒരു 40 ലക്ഷം രൂപ. അവർ ഇത്ര വർഷം കൊണ്ട് അദ്ദേഹത്തെ അപ്പോയിന്റ് ചെയ്യാതെ. അതന്നെ നമുക്ക് ഉദ്ദേശിക്കാറ്. പക്ഷെ അത് കേരളത്തിലും നടപ്പാക്കണം. നമുക്കത് നടപ്പാക്കാൻ കഴിയുന്ന വിശ്വാസമുണ്ട്. അല്ല, ഈ ഫീൽഡിന്റെ പറയുകയാണെങ്കിൽ കോമൺ ആയിട്ടൊരു ഡൗട്ട് വരാം. CA പ്രാക്ടീസ് ചെയ്യാം, എംപ്ലോയിമെന്റ് നോക്കാം. CMA പറ്റും, CS അങ്ങനെ പറ്റും. എങ്ങനെ എനിക്ക് ഇപ്പൊ CAക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ അവര് ചെയ്യുന്നത് ടാക്സ് ഓഡിറ്റ്, സ്റ്റാൻഡേർഡ് ഓഡിറ്റ് ആണ് മെയിൻ. ബാങ്ക് ഓഡിറ്റ് അപ്പം സെക്ഷൻ 139 പ്രകാരം കമ്പനി സെക്ഷൻ 139 പ്രകാരം തുടങ്ങുകയാണ് അവരുടെ സ്റ്റാൻഡേർഡ് ഓഡിറ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ. അത് കഴിഞ്ഞിട്ട് അവർക്ക് എന്തുണ്ട്, ബാങ്ക് ഓഡിറ്റ് ഉണ്ട്. അതുപോലെ CAക്ക് മാത്രം സൈനിങ് പവറുള്ള പല ഫോംസും കാര്യങ്ങളും ഉണ്ട്. CMA സംബന്ധിച്ച് സെക്ഷൻ 148 കോസ്റ്റ് ഓഡിറ്റ് വരും. അതുപോലെ കമ്പനി സെക്രട്ടറിന്ന് പ്രാക്ടീസിംഗ് കമ്പനി സെക്രട്ടറിക്ക് മാത്രം പറ്റുന്ന ഒരു സെക്ഷൻ ഉണ്ട്, സെക്ഷൻ 204 കമ്പനി സെക്രട്ടറി. എന്താണ് പ്രാക്ടീസിംഗ് കമ്പനി സെക്രട്ടറിക്ക് മാത്രമേ പറ്റുള്ളൂ. സെക്രട്ടറി ഓഡിറ്റ് പറ്റും. അപ്പോൾ സെക്രട്ടറി ഓഡിറ്റിൽ മാൻഡേറ്ററി ആയിട്ട് കണ്ടക്ട് ചെയ്യുന്ന കുറച്ച് കമ്പനീസ് ഉണ്ട്. അത് ആണ് മെയിൻ ആയിട്ട് വരുന്ന ഒരു പ്രാക്ടീസിംഗ് ഏരിയ. അതുകൂടാതെ തന്നെ എന്തുണ്ട്, ഈ പറഞ്ഞ പോലെ കുറെ ഫോംസ് വരുന്നുണ്ട്. CS മാത്രം സൈൻ ചെയ്യാൻ പറ്റുന്ന ഫോംസ് വരുന്നുണ്ട്. പിന്നെ അതുകൂടാതെ തന്നെ അഡ്വൈസ് ചെയ്യാം. നമുക്കിപ്പോൾ ഒരു പുതിയതായിട്ട് ഇൻകോർപ്പറേറ്റ് ആവുന്ന കമ്പനി ഉണ്ടായിരിക്കാം, അവരെ അഡ്വൈസ് ചെയ്യാം, ഇൻകോർപ്പറേഷൻ നടത്താം. അതുപോലെ സ്റ്റാർട്ടപ്പിനെ സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഇതൊക്കെ ഒരു കമ്പനി സെക്രട്ടറി പ്രാക്ടീസ് ചെയ്തവർക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. മറ്റുള്ള ഇപ്പോൾ LLBക്കും CAക്കും CMAക്കും പ്രാക്ടീസ് ചെയ്യുന്ന പോലെ തന്നെ എന്ത് ചെയ്യാം, CS പ്രാക്ടീസ് ചെയ്യാം. പല ഇൻസ്റ്റിറ്റ്യൂട്ടും ഫോക്കസ് ചെയ്യാതെ മാറിപ്പോകുന്ന ഒരു സംഭവമാണ് CS എന്ന് പറയുമല്ലോ. അപ്പം നമ്മൾ ഈ ദീക്ഷ എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നമ്മൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആളാണ് ഇങ്ങനെ എടുക്കുമായിരിക്കും. നമുക്കത് എങ്ങനെ കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ് ഫാക്ടർ വേണമല്ലോ. നമ്മള് ഇപ്പം അവര് കൊടുക്കുന്നത് തന്നെയാണ് നമ്മൾ കൊടുക്കുന്നതിൽ അതിലൊരു
ലൈക്ക് ഹൈലൈറ്റ് ഫാക്ടർ ഇല്ല. അപ്പൊ ബൈ അവർ നമുക്ക് ചിന്തിക്കാം. ഇപ്പൊ ഞാൻ ജോയിൻ ചെയ്യാൻ വരുവാണ് CS. അപ്പൊ ഞാൻ ചിന്തിക്കും ബൈ ദീക്ഷ, ആ ഒരു ഇതിനൊരു റിപ്ലൈ ലൈക്ക് ബൈ ദീക്ഷ, ബൈ ദീക്ഷ. അതിനൊരു reply തന്നെ വേണം. അതെ ബൈ ദീക്ഷ. ഓൾറെഡി ഞാൻ പറഞ്ഞിരുന്നു, ഞാനൊരു ടെസ്റ്റ് സീരീസ് മെമ്പർഷിപ്പ് കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനകത്ത് അത് ഞാൻ കണ്ടക്ട് ചെയ്യുന്ന വെച്ചാൽ കേരളത്തിൽ എവിടെയും തന്നെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ഒരു ടെസ്റ്റ് സീരീസ് മെമ്പർഷിപ്പ് കൊടുക്കുന്നത്. പക്ഷേ കേരളത്തിന് പുറത്തുള്ള പല ഇൻസ്റ്റിറ്റ്യൂട്ടും ടെസ്റ്റ് സീരീസ് മെമ്പർഷിപ്പ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് മാത്രമായിട്ട് തന്നെ എടുക്കുന്നേ കണ്ടു. ഞാൻ ഈ പ്രൊഫഷൻ പഠിക്കുന്ന ഇപ്പോഴത്തെ ടൈമിലും എക്സിക്യൂട്ടീവ് പഠിക്കുന്ന ടൈമിലും ഞാൻ ടെസ്റ്റ് സീരീസ് വേണമെന്ന് ആഗ്രഹിച്ച ഒരാളാണ്. പക്ഷേ എനിക്ക് ആ ടൈമിൽ അതിനെക്കുറിച്ച് കിട്ടിയിട്ടേ ഇല്ല. അപ്പോൾ ഞാൻ പ്രധാനമായിട്ട് ഹൈലൈറ്റ് ചെയ്യുന്ന ടെസ്റ്റ് സീരീസ് മെമ്പർഷിപ്പുമാണ്. അപ്പോൾ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വരുന്ന എല്ലാ സ്റ്റുഡൻസിനും ടെസ്റ്റ് സീരീസും മെമ്പർഷിപ്പും പക്കയായിട്ട് കിട്ടിയിരിക്കും. അത് നമ്മൾ കൊടുക്കുന്ന ഒരു വാക്കാണ് നമുക്ക്. കാരണം കമ്പനി സെക്രട്ടറി സ്റ്റുഡൻസിന് വരുമ്പോൾ തന്നെ അവർക്ക് നമ്മൾ ഇപ്പം ലോയുടെ ക്ലാസ് എടുക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇപ്പം JJയിലാണ് നമ്മൾ തുടങ്ങുന്നത്. ഫസ്റ്റ് വീക്ക് നമ്മൾ തുടങ്ങുന്നു. ആ ഒരു ഫസ്റ്റ് വീക്ക് നമ്മൾ ഒരു 3 ഡേ JJന്റെ ക്ലാസ് ആയിരിക്കും. അത് കഴിഞ്ഞ് ഞാൻ കമ്പനിയിൽ എടുക്കുന്ന ടൈമിൽ ആ കമ്പനിയിലൂടെ ഒരു 3 ഡേ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ആ എൻഡിൽ സൺഡേ നമ്മൾ എന്ത് ചെയ്യും, അതിൻ്റെ ഒരു ടെസ്റ്റ് സീരീസ് നമ്മൾ പ്രിപ്പയർ ചെയ്യും. അപ്പോൾ അവരുടെ നമ്മൾ ആ ടൈം അതിനെ കുറിച്ച് അവർക്ക് അഡ്വൈസ് ചെയ്യും. അവരിങ്ങനെ അവർക്ക് സ്ട്രാറ്റജി കൊടുക്കും. നിങ്ങൾ ഇങ്ങനെയാണ് പഠിക്കേണ്ടത്, ഇങ്ങനെയാണ് സ്ട്രക്ചർ ചെയ്ത് എഴുതേണ്ടത്. ലോയ്ക്ക് ഇപ്പം നിങ്ങൾക്കറിയാലോ, CAക്കും CMAക്കും അറിയാം, മാർക്ക് കിട്ടാൻ ഭയങ്കര പാടാണ് ലോയ്ക്ക്. അപ്പൊ എനിക്ക് ഓൾറെഡി CAക്കും പഠിക്കുന്ന CMAക്കും പഠിക്കുന്ന സ്റ്റുഡൻസും ഉണ്ട് ഈ മെന്റർഷിപ്പും ടെസ്റ്റ് സീരീസും. അപ്പോൾ അവർക്കും പ്രശ്നം എന്ന് പറഞ്ഞാൽ എങ്ങനെ എഴുതണം, റൈറ്റിംഗ് പ്രാക്ടീസ് ഇല്ല അവർക്ക്. അപ്പോൾ അതാണ് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. അതിനുവേണ്ടി തന്നെയാണ് നമ്മൾ ഈ ക്ലാസ്സും മെമ്പർഷിപ്പും ടെസ്റ്റ് സീരീസും പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ടെസ്റ്റ് സീരീസ് നമ്മൾ കണ്ടക്ട് ചെയ്യുമ്പോൾ ആ വീക്ക് സൺഡേ നമ്മൾ കഴിയുമ്പോൾ ഒരു 2 ഡേയ്ക്കുള്ളിൽ നമ്മൾ അവർക്ക് എന്ത് ചെയ്യുന്നു, ഇപ്പം JJയിലാണെങ്കിൽ നീരജ് അത് കറക്റ്റ് ചെയ്യുന്നു, കമ്പനിയിലാണെങ്കിൽ ഞാൻ കറക്റ്റ് ചെയ്യുന്നു, അതുപോലെ നിങ്ങളുടെ സബ്ജക്റ്റ് നിങ്ങൾ കറക്റ്റ് ചെയ്യും. ആ കറക്റ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ അവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും ഇന്നത് ഇമ്പ്രൂവ്മെന്റ് ചെയ്യാനുണ്ട് എന്ന് പറഞ്ഞു. അത് തന്നെയാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമ്മള് ക്ലാസ് ഇപ്പൊ എങ്ങനെയാ ഉദ്ദേശിക്കുന്നത്? പ്ലാറ്റ്ഫോം ലൈവ് ആണോ, റെക്കോർഡഡ് ആണോ? അതെങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്? ലൈവ് ക്ലാസ്സസ് ആണോ, റെക്കോർഡഡ് ക്ലാസ്സസ് ആണോ? ഞാൻ ആഗ്രഹിക്കുന്നത് ലൈവ് പ്ലസ് റെക്കോർഡ് ആണ്. നമ്മൾ ജസ്റ്റ് അന്ന് തന്നെ മീറ്റ് ചെയ്തപ്പം ആദ്യം പറഞ്ഞതിനടുത്ത് ഇന്ററാക്ഷൻ അത് വളരെ നല്ലതാണെന്നുള്ളത്. അതിപ്പോ എൻ്റെ അടുത്ത് പലരും പറയുന്നുണ്ട് ഇന്ററാക്ഷൻ ക്ലാസ് ആണെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും, കുറച്ചും കൂടെ അറിയാലോ, അപ്പൊ തന്നെ സോൾവ് ചെയ്ത് പോകാൻ പറ്റുന്ന ഡൗട്ട്സ് അപ്പൊ തന്നെ നമുക്ക് ക്ലിയർ ചെയ്ത് പോകാൻ പറ്റും. അത് വലിയൊരു അപ്പൊ നമുക്ക് അങ്ങനെ തന്നെ പ്ലാൻ ചെയ്യാം, ലൈവ് പ്ലസ് റെക്കോർഡ് തന്നെ പ്ലാൻ ചെയ്യാം. അത് അല്ലാത്തവർക്ക് ഇപ്പം ജോലിക്ക് പോകുന്നവർ കാണും, അതല്ലാതെ വേറെ ബുദ്ധിമുട്ടുള്ളവരാണ്, അവർ റെക്കോർഡ് എടുക്കട്ടെ. പക്ഷെ അവർക്ക് നമ്മൾ സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. അവർക്ക് എന്തെങ്കിലും ഡൗട്ട് വരുവാണെങ്കിൽ ആ ടൈമിൽ തന്നെ നമുക്ക് അത് ക്ലിയർ ചെയ്ത് പോകാനുള്ളത് നമ്മൾ നോക്കുന്നുണ്ട്. അത് നമുക്ക് എന്തായാലും കറക്റ്റ് തന്നെ പോകണം. അതാ ഞാൻ പറഞ്ഞത്, ക്വാളിറ്റിയും ഫീസും അതുപോലെ തന്നെ നമ്മൾ കൊടുക്കുന്ന ഈ മെന്റർഷിപ്പും ടെസ്റ്റ് സീരീസും ആണ് നമ്മുടെ വിജയം. അതിൽ നമ്മൾ ഒരു വിട്ടുവീഴ്ചയില്ല ആൾക്കാർ. അപ്പോൾ നമുക്ക് ഈ വരുന്ന ഫൗണ്ടേഷൻ ബാച്ച് ഇപ്പൊ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പം ഫൗണ്ടേഷൻ ബാച്ച് പറ്റുന്നതെന്ന് പറഞ്ഞാൽ ആർക്കാണ്, ഇപ്പം +2 കഴിഞ്ഞ് വന്നവർക്കാണ് ഫൗണ്ടേഷൻ എഴുതേണ്ടത്. ഡിഗ്രി ഉള്ളവർക്ക് നേരെ എന്ത് ചെയ്യാം, അവർക്ക് എക്സിക്യൂട്ടീവിലേക്ക് പോകാം. 50% മാർക്കിന്റെ ഒരു കാര്യം ഇവിടെ വരുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ വരുന്ന ഫൗണ്ടേഷന്റെ ക്ലാസ് ഈ വരുന്ന മെയ് തൊട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ അല്ലേ? അതുപോലെ തന്നെ ഒക്ടോബറിൽ. ഇനി ഫൗണ്ടേഷൻ ഒരു ഇയർ വരുന്നത് ഫെബ്രുവരി, ഒക്ടോബർ, പിന്നെ ജൂണിൽ അങ്ങനെയാ വരുന്നത്. ക്ലാസ് ആണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ ജൂൺ ഒരു 20 ഒക്കെ കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, എക്സിക്യൂട്ടീവിന് വേണ്ടിയുള്ളത് സ്റ്റാർട്ട് ചെയ്യും. അത് ഡിസംബർ അറ്റംപ്റ്റിലേക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ പ്ലാൻ. അപ്പൊ എല്ലാവരും ഓക്കെ ആണല്ലോ? ഇപ്പൊ ഈ കാണുന്ന ഉത്സാഹം എല്ലാം ഫൈനൽ വരെ കാണണതേ ഉള്ളൂ. എനിക്ക് പറയാം, പകുതി കിട്ടിട്ട് പോലടെ. ഓക്കെ, വീഡിയോ ശരിയാ, വീഡിയോ എവിഡൻസ് ഉണ്ടല്ലോ. ഓക്കെ, ബാക്കിയുള്ളത് നമുക്ക് നോക്കാം. അൽത്താഫ് വരുമ്പോ അറിയാം ബാക്കി അവന്റെ കാര്യം എന്താണെന്നുള്ളത്. അപ്പൊ ഫ്രണ്ട്സ്, ഏകദേശം എല്ലാവരും പരിചയപ്പെട്ടല്ലോ. അപ്പോ ഈ വരുന്ന മെയ് ഒരു ലാസ്റ്റ് വീക്കോട് കൂടി നമ്മൾ ഈ ഒക്ടോബറിൽ വരുന്ന സ്റ്റുഡൻസ് ഉണ്ട്. ഒക്ടോബറിൽ വരുന്ന ഫൗണ്ടേഷൻ എക്സാം CS-ന്റെ അതിന്റെ ക്ലാസ് നമ്മൾ ഓൺലൈൻ ലൈവ് പ്ലസ് റെക്കോർഡ് സ്റ്റാർട്ട് ആവുന്നതാണ് ദീക്ഷ CS ലേണിംഗിന്റെ. അതുപോലെ തന്നെ നെക്സ്റ്റ് ഡിസംബർ അറ്റംപ്റ്റിലേക്കുള്ള
ക്ലാസ് ഉണ്ട്. അത് നമ്മൾ എക്സിക്യൂട്ടീവിനാണ്. അത് ജൂൺ 2026 ഒരു ലാസ്റ്റ് വീക്കോട് കൂടി നമ്മൾ സ്റ്റാർട്ട് ആകുന്നതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് വേണം. പ്രത്യേകിച്ചാണെങ്കിൽ ഞാൻ ഓൾറെഡി ടെസ്റ്റ് സീരീസ് മെമ്പർഷിപ്പും തുടങ്ങിയവരടുത്തും കൂടെ പറയുകയാണ്. നിങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇത് മുമ്പോട്ട്, നിങ്ങളാണ് എനിക്ക് അതിന്റെ ധൈര്യം തന്നത്. അപ്പോൾ നിങ്ങളുടെ എല്ലാം സപ്പോർട്ട് ഉണ്ടായിരിക്കണം. ഇവരെല്ലാം നിങ്ങളുടെ കൂടെ കാണും, ഞങ്ങൾ ഒന്നിച്ച് കാണും. ഓക്കെ, അപ്പൊ നമുക്ക് ഇനിയപ്പോ ക്ലാസ്സിന് കാണാം. ഓക്കെ, അപ്പൊ അതിന്റെ അപ്ഡേറ്റ് ഒക്കെ ഞാൻ പോസ്റ്ററും കാര്യങ്ങളൊക്കെ ഉടനെ തന്നെ ഷെയർ ചെയ്തേക്കാം. അപ്പൊ ബൈ.